ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? പൂക്കളം, സദ്യ, പുലിക്കളി, ഓണത്തില്. ശരിയാ, ഒന്ന് ഓർക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഒപ്പം വേറൊരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരും. ഓണം സെയിൽ. അതെ, ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും വാട്സാപ്പ് തുറന്നാലും അങ്ങനെ എവിടെ നോക്കിയാലും ഓണം ഓഫർ, അപ് ടു 50% ഓഫ്, 70% ഓഫ്, ലിമിറ്റഡ് ടൈം സെയിൽ. ഓണക്കാലത്ത് എങ്ങനെയാണ് കമ്പനികൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഓണക്കാലത്ത് ഒരു കസ്റ്റമർ ഒരു ഓഫർ കാണുന്നത് മുതൽ അത് വാങ്ങുന്നത് വരെയുള്ള അയാളുടെ യാത്ര, ആ ജേണി, അതിനെ 3 സ്റ്റേജുകളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അവയർനെസ്, കൺസിഡറേഷൻ ആൻഡ് കൺവേർഷൻ. ഇത് മൂന്നും എന്താണെന്നും കേരളത്തിലെ വലിയ വലിയ ബ്രാൻഡുകൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കാം. സോ വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങളുടെ ബിസിനസ്സിനെയും ഇത് ചിലപ്പോഴൊക്കെ ഉപകാരപ്പെട്ടേക്കാം. സോ സ്റ്റേജ് 1, അവയർനെസ്. സിമ്പിളായി പറഞ്ഞാൽ, എടോ ഒരു അടിപൊളി ഓണം സെയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അടിപൊളി ഓണം ഓഫർ വരുന്നുണ്ട് എന്നൊക്കെയുള്ള മെസ്സേജ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അതാണ് ഈ പറയുന്ന അവയർനെസ്. ഈ ഒരു ഘട്ടത്തിൽ കമ്പനികൾ പ്രധാനമായിട്ടും ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വലിയ ഓഫറുകൾ അനൗൺസ് ചെയ്യും. ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഓണക്കാലത്ത് ഓണം സെയിൽ, ബിഗ് ഓണം ധമാക്ക എന്നൊക്കെ പേരിട്ട് വലിയ സെയിലുകൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഓഫർ കാണുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ജനിക്കും. രണ്ടാമത്തെ കാര്യം, സെലിബ്രിറ്റീസ്. കേരളത്തിലെ ജ്വല്ലറികളും ടെക്സ്റ്റൈൽ ബ്രാൻഡുകളൊക്കെയാണ് ഇക്കാര്യത്തിൽ സെലിബ്രിറ്റികളെ പരമാവധി ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് കല്യാൺ ജ്വല്ലേഴ്സിന്റെയും ജോസ് ആലിക്കസിന്റെയും പിന്നെ കല്യാൺ സിൽക്സിന്റെയും ഒക്കെ സെലിബ്രിറ്റികളെ വെച്ചുള്ള ഓണം സ്പെഷ്യൽ ആഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു സെലിബ്രിറ്റിയുടെ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ അതൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കും. മൂന്നാമത്തെ കാര്യം, ഇമോഷണൽ കോണ്ടന്റ്. ഓണം തന്നെ നൊസ്റ്റാൾജിയാണ്. ഓണത്തിന് വീട്ടിലേക്ക് പോകുന്നത്, കുടുംബം ഒന്നിച്ചു കൂടുന്നത്, ഇത്തരത്തിലുള്ള ഇമോഷണലുകളെ ടച്ച് ചെയ്യുന്ന റീലുകളും ഷോർട്ട് വീഡിയോസൊക്കെ ബ്രാൻഡുകൾ റിലീസ് ചെയ്യാറുണ്ട്. മിൽമ പോലുള്ള ബ്രാൻഡുകളൊക്കെ ഇത്തരത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള ആഡുകൾക്ക് പേര് കേട്ടവരാണ്. ഇത്തരത്തിലുള്ള ആഡുകൾ ആളുകളായിട്ട് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. സ്റ്റെപ്പ് 2, കൺസിഡറേഷൻ. അതായത് ഒരാളൊരു ആഡ് കണ്ടു എന്ന് വെച്ചിട്ട് ആ ആള് ഉടനെ തന്നെ പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല. കൺസിഡറേഷൻ, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് പൊട്ടൻഷ്യൽ കസ്റ്റമർ ചിന്തിക്കുന്ന സമയമാണിത്. ഈ ഘട്ടത്തിൽ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റീടാർഗറ്റിംഗ് ആഡ്സ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഒരു തവണ ഒരു വെബ്സൈറ്റിൽ നോക്കിയാൽ പിന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എല്ലാം അതേ പ്രൊഡക്റ്റ് തന്നെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഇത് കസ്റ്റമേഴ്സിനുള്ള ഒരു റിമൈൻഡറാണ്. ഇൻഫ്ലുവൻസർ റിവ്യൂസ് ആൻഡ് അൺബോക്സിംഗ്. മലയാളം യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പ്രൊഡക്റ്റുകൾ അൺബോക്സ് ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതൊക്കെ ഇന്ന് സാധാരണമാണ്. ഇത്തരത്തിൽ കസ്റ്റമേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇരുന്നിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റിനെയും ബ്രാൻഡിനെയും ഒക്കെ കൂടുതൽ വിശ്വസിക്കാൻ തോന്നും. കമ്പാരിസൺ കോണ്ടന്റ്. ഓണത്തിന് ഉടുക്കാൻ ഏത് ബ്രാൻഡിൻ്റെ മുണ്ടാണ് ഏറ്റവും നല്ലത്? ഓണം ഷോപ്പിങ്ങിലേക്ക് വരുമ്പോൾ ഏത് കടകളാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഓഫറുകൾ തരുന്നത്? ഇത്തരത്തിലുള്ള കമ്പാരിസണുകൾ നടത്തുന്ന കോണ്ടന്റുകളിലൂടെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇനി സ്റ്റേജ് 3, കൺവേർഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ്. ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ഹാഫ് മൈൻഡഡ് ആയിട്ട് നിൽക്കുമ്പോൾ അയാളെ പുഷ് ചെയ്ത് നമ്മുടെ കസ്റ്റമർ ആക്കി മാറ്റുന്ന സ്റ്റേജാണ് ഈ പറയുന്ന കൺവേർഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഏർജൻസി ക്രിയേറ്റ് ചെയ്യാം. സെയിൽ എൻഡ്സ് ടുഡേ, ഓൺലി 2 hours ലെഫ്റ്റ്, സ്റ്റോക്ക് ഇപ്പോൾ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ കാണുമ്പോൾ ആളുകൾക്ക് ആ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ടാവും. ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ ഇനി ഇതിന് കിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിലേക്ക് കടന്നുകൂടും. പിന്നെ ഫ്രീ ഗിഫ്റ്റ്സ് ആൻഡ് കോംബോ ഓഫേഴ്സ്. ഈ 1 വാങ്ങിയ 1 ഫ്രീ, 500 രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് ഫ്രീ ഓണം കിറ്റ്. ഇത്തരത്തിലുള്ള ഓഫറുകൾ ആളുകളെ ഇൻസ്റ്റന്റ് ആയിട്ട് കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ബാക്ക്. ഇന്ന ബാങ്കിന്റെ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 10% ഓഫ്, അല്ലെങ്കിൽ UPI പേയ്മെന്റിന് ക്യാഷ് ബാക്ക്. ഇത്തരത്തിലുള്ള ഓഫറുകളും നിങ്ങൾ ധാരാളം കാണാറുള്ളതല്ലേ? ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈസി പേയ്മെന്റ് ഓപ്ഷൻസ്, EMI, ബൈ നൗ പേ ലേറ്റർ, ക്യാഷ് ഓൺ ഡെലിവറി. ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സാധനം വാങ്ങാനുള്ള ഹെസിറ്റേഷൻ കുറയും. ഹാഫ് മൈൻഡിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് കയറി സാധനം വാങ്ങുകയും ചെയ്യും. പിന്നെ എക്സ്ചേഞ്ച് ഓഫേഴ്സ്. ഈ ഗോൾഡ് ജ്വല്ലറി ബ്രാൻഡുകളൊക്കെ പഴയ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫറുകൾ കൊടുക്കും. അതുപോലെ തന്നെ പഴയ ഹോം അപ്ലയൻസുകൾ കൊടുത്ത് പകരം പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങാനുള്ള ഓഫറുകൾ. ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ച് ഓഫറുകളും വലിയൊരു പുൾ ഫാക്ടറാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓണം ഇന്നത്തെ കാലത്ത് വെറും ഒരു ഫെസ്റ്റിവൽ മാത്രമല്ല, അത് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അവയർനെസ്സിൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക, കൺസിഡറേഷനിൽ അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, കൺവേർഷനിൽ അവരെ പുഷ് ചെയ്ത് സെയിലിലേക്ക് എത്തിക്കുക. ഇത് 3ഉം ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും ഈ സമയത്ത് വലിയ ഗ്രോത്ത് ഉണ്ടാവും. എന്തായാലും നിങ്ങളിതിൽ ഏതൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഓണത്തിന് നിങ്ങളുടെ ബിസിനസ് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്നത്? താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.